CAT പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് CAT. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ ചട്ടമല സെൻറ് മേരീസ് തീർത്ഥാടന ദേവാലയത്തിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ്. അവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. പിതാവേ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. കൃത്രിമ സന്താനോൽപാദനം സഭാപരമായി തെറ്റല്ലേ? എന്നാൽ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ഇതുമൂലം സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട് എന്താണെന്നൊന്ന് മനസ്സിലാക്കി തരാമോ? പിതാവേ, ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഗർഭപാത്രം സ്വീകരിക്കുന്നതും വാടകയ്ക്ക് സ്വീകരിക്കുന്നതും വാടകയ്ക്ക് കൊടുക്കുന്നതും തെറ്റാണോ? അതോടൊപ്പം തന്നെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. IVF സെൻ്ററുകളിൽ കൃത്രിമ ബീജസങ്കലനം നടത്തുകയും ടെസ്റ്റ് ശിശുക്കൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലല്ലേ എന്നാണ് സഭയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്? അതായത് ഒന്ന്, കൃത്രിമ സന്താനങ്ങളെ ജനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പദപ്രയോഗമാണ്. സന്താനങ്ങൾ ഒരിക്കലും കൃത്രിമമല്ല, അല്ലേ? ജനിച്ച സന്താനങ്ങൾ തന്നെയാണ്. അവരെ ജനിപ്പിക്കുന്ന ആ മാർഗം, അതാണ് സ്വാഭാവിക മാർഗമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. അതായത് ഏത് മാർഗത്തിലൂടെ ജനിച്ച കുഞ്ഞായിക്കോട്ടെ, ആ കുഞ്ഞിന് മാനുഷികമായ എല്ലാ അവകാശങ്ങളും പരിഗണനകളും കിട്ടണം. അതിനകത്ത് സംശയമൊന്നുമില്ല. അതുകൊണ്ട് കൃത്രിമ സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്തോ ഡ്യൂപ്ലിക്കേറ്റ് കൊച്ചുങ്ങളാണ് എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകാം. അത് പാടില്ല. മറിച്ച് സന്താനങ്ങളെ ജനിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം. അത് എപ്രകാരം, ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. തീർച്ചയായും വിവാഹത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നുള്ളത് ദമ്പതിമാരുടെ ആഗ്രഹമാണ്, അവകാശമാണ്. അത് സാധ്യമാകാത്ത സാഹചര്യങ്ങളുണ്ടാകാം. നമ്മുടെ നാട്ടിലെ കണക്കെടുത്ത് പറഞ്ഞാൽ ഈ വന്ധ്യതാ നിരക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ 8 മുതൽ 10% വരെയും വർദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ വന്ധ്യത എന്ന് പറയുന്നത് ചെറിയ ചികിത്സകളിലൂടെ പരിഹരിക്കാവുന്നതാകാം. ചില മെഡിക്കേഷനിലൂടെ, മരുന്ന് ഉപയോഗത്തിലൂടെ ഈ വന്ധ്യതയുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചെന്നിരിക്കും. ഹോർമോൺ ചികിത്സയിലൂടെയാകാം അത് പരിഹരിക്കാൻ സാധിച്ചെന്നിരിക്കും. അത് പുരുഷനിലും സ്ത്രീയിലുമൊക്കെയുള്ള ചില പ്രതിസന്ധികൾ പരിഹരിച്ചാൽ ഈ വന്ധ്യതാ പ്രശ്നം പരിഹരിക്കാം. അത് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റും ഒരു വിലക്കും ഇല്ല സഭയുടെ ഭാഗത്ത് നിന്ന്. സഭ വിലക്കുന്നത് ജീവനെ അനാദരവോടെ കൈകാര്യം ചെയ്യുന്ന കൃത്രിമ സന്താനോൽപാദന മാർഗങ്ങളെയാണ് സഭ എതിർക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, സന്താനങ്ങൾ ജനിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ കുറവായി, പ്രശ്നമായി കരുതുന്നതിൻ്റെ കാരണം എന്താണ്? വഴിയെ പോകുന്ന എല്ലാവരും ഇതേക്കുറിച്ച് അവരോട് ചോദിക്കും. കല്യാണം കഴിഞ്ഞ് 8 കൊല്ലമായല്ലേ, പിള്ളേരൊന്നും ഉണ്ടായില്ല, കഷ്ടം. ഇങ്ങനെ ഓരോരുത്തരുടെ അനാവശ്യ സഹതാപ പ്രകടനം കേട്ട്, അല്ലെങ്കിൽ പിള്ളേരെത്ര പേരുണ്ട് എന്നിങ്ങനെ ചോദിച്ച്, നമ്മൾ ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് മക്കളില്ല എന്നറിയുമെങ്കിൽ വീണ്ടും വീണ്ടും അത് ചോദിച്ച് കുത്തി മുറിവേൽപ്പിക്കുന്ന പ്രവണത നമ്മൾ മലയാളികളുടെ ഇടയിലുണ്ട്. പകരം നമ്മൾ അത്തരം കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്നുള്ളത് ആ ദമ്പതികളോട് കാണിക്കുന്ന ഒരു ആദരവിൻ്റെ ഭാഗമാണ്. 2, ഈ ദമ്പതികൾ തന്നെ ചിന്തിക്കണം,
ഞങ്ങൾ മക്കളുണ്ടാകാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു. പക്ഷേ ഞങ്ങളുടെ ദാമ്പത്യത്തിലൂടെയുള്ള ദൈവഹിതം വ്യത്യസ്തമാണ്. ഞങ്ങളതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന നിലപാട് സ്വീകരിക്കുന്നതും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതായത് സമൂഹത്തിൽ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ ഏത് മാർഗം ഉപയോഗിച്ചും നമ്മൾ ഒരു കുഞ്ഞിനെ സ്വന്തമാക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരക്കം പാച്ചിൽ എന്ന് പറയുന്നത് അതിൽ അവിവേകമുണ്ട്, അതിൽ ദൈവഹിതത്തിന് വിരുദ്ധമായ മേഖലകളുണ്ട്. എന്താണ് ദൈവഹിതത്തിന് വിരുദ്ധമായ മേഖല എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഈ IVF ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയമാണ്. IVF എന്ന് പറയുന്നത്, ഈ IVFൽ സംഭവിക്കുന്ന എന്താണ്? ഒരേ സമയത്ത് അനേകം ഭ്രൂണങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതായത് ചിലപ്പോഴത് ആ ദമ്പതികളുടെ തന്നെ അണ്ഡവും ബീജവും ചേർത്ത ഭ്രൂണങ്ങളാകാം. ചിലപ്പോഴൊക്കെ കേൾക്കുന്ന വാർത്തകൾ വളരെ വ്യത്യസ്തമാണ്. ഏതെങ്കിലുമൊക്കെ അണ്ഡവും ഏതെങ്കിലുമൊക്കെ ബീജവും ചേർത്ത് അവർ ഭ്രൂണങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അതിനെ നിരീക്ഷണ വിധേയമാക്കി അതിലേറ്റവും ഗുണകരവും ആരോഗ്യകരവും എന്ന് കരുതപ്പെടുന്ന ഭ്രൂണം എടുത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു 50 ഭ്രൂണങ്ങൾ പരീക്ഷണാർത്ഥം നിർമ്മിക്കപ്പെട്ടു എങ്കിൽ അവിടെ നിക്ഷേപിക്കപ്പെടുന്നത് ഒരു ഭ്രൂണം മാത്രമാണ്, അല്ലെങ്കിൽ 2 ഭ്രൂണമാണ്, പരമാവധി 3. ബാക്കിയോ? ബാക്കി ഭ്രൂണങ്ങൾ നശിച്ചു പോകും. അത് സൂക്ഷിച്ചു വെച്ച് അടുത്ത ആൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് വിശ്വാസവഞ്ചനയാണ്, അല്ലേ? അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ ഭ്രൂണങ്ങൾ കൊല്ലപ്പെടുന്നു. ആ ഭ്രൂണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവനാണ്. സഭയുടെ വിശ്വാസമനുസരിച്ച് അണ്ഡവും ബീജവും ചേർന്ന ഒരു ഭ്രൂണം രൂപം കൊള്ളുന്ന ആ നിമിഷം മുതൽ അതൊരു മനുഷ്യ വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമുള്ള ദൈവാത്മാവിൻ്റെ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയാണത്. ആ വ്യക്തിക്ക് വലിപ്പം കുറവാണെന്നേ ഉള്ളൂ, അതൊരു മനുഷ്യ വ്യക്തിയാണ്. ആ മനുഷ്യ വ്യക്തികൾ ഒരു അമ്മയുടെ ഉദരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന ഭ്രൂണങ്ങൾ കഴിഞ്ഞ് ശേഷിക്കുന്ന മറ്റ് ഭ്രൂണങ്ങളെ ഇല്ലാതാക്കുമ്പോൾ അത്രയും മനുഷ്യ വ്യക്തികൾ കൊല ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് IVF തെറ്റാണ് എന്ന് പറയുന്നത്. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തുന്നതിനുള്ള വ്യഗ്രതയിൽ നമ്മളറിയാതെ അനേകം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു എന്നുള്ളത് തെറ്റായ കാര്യമാണ്. അതിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ സഭയ്ക്ക് ആവില്ല. ഇവിടെ ദമ്പതിമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും വിധത്തിൽ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുക എന്നുള്ള വ്യഗ്രതയെ പ്രതി നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കൃത്രിമ മാർഗങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ അനേകം കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഇടവരുത്തുന്നു എന്നുള്ള സത്യം തിരിച്ചറിയണം. അതാണ് ഈ IVFലൂടെ സംഭവിക്കുന്ന അടിസ്ഥാനപരമായ അപകടം എന്ന് പറയുന്നത്. ആ അപകടത്തെ നമ്മൾ ഗൗരവമായി പരിഗണിക്കണം. അതുകൊണ്ട് ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ തരുന്നില്ല. സ്വാഭാവികമായ എല്ലാ ചികിത്സാ മാർഗങ്ങളും ദമ്പതികൾക്ക് ഉപയോഗിക്കാം. ആ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടും ദൈവം എനിക്ക് കുഞ്ഞിനെ തരുന്നില്ല. ഓക്കെ, ഞങ്ങളുടെ ദാമ്പത്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. ഒരു കുഞ്ഞിനെ എനിക്ക് വേണമെങ്കിൽ ദത്തെടുക്കാം. ഞാൻ ദത്തെടുത്ത കൊച്ചിനെ വളർത്തിയാൽ എൻ്റെ രക്തത്തിൽ പിറന്ന കൊച്ചിനെ വളർത്തുള്ളൂ എന്ന് വാശി പിടിക്കുന്നതിനകത്ത് ഒരു ചെറിയ പിടിവാശി മാത്രമല്ല, അതിൽ സ്വാർത്ഥതയുണ്ട്, അല്ലേ? അതല്ല എങ്കിൽ എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായി പല സ്ഥലങ്ങളിലുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കരുതുന്നത് ഒരുപക്ഷെ ഈ ഒരു വന്ധ്യതയെ കൂടുതൽ സർഗാത്മകമായ തലങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട സത്യം, ദൈവത്തിന് എൻ്റെ ഈ വന്ധ്യതയെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് ദമ്പതികൾ അംഗീകരിക്കണം, മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള വളഞ്ഞ വഴികൾ ഉപയോഗിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ഒരുപക്ഷെ ഡസൻ കണക്കിന് കുഞ്ഞുങ്ങളുടെ ഘാതകരായി
എന്ന പാപഭാരം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അത് അപകടകരമാണ്, അത് ധാർമ്മികമായി ന്യായീകരിക്കാൻ പാടില്ലാത്തതുമാണ്. അപ്പോൾ പിതാവേ, എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യം ഇതാണ്: IVF തെറ്റായി മാറുന്നത് ആ ഭ്രൂണങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണോ, അതുപോലെ തന്നെ ഈ വിവാഹ ബന്ധത്തിന് പുറത്തു ഉള്ള മാർഗത്തിലൂടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണോ അത് തെറ്റായി മാറുന്നത്? ഒരേ ഈ പറഞ്ഞ ദമ്പതികളുടെ തന്നെ അണ്ഡവും ബീജവും ഉപയോഗിക്കുന്നുവെങ്കിൽ അത് വിവാഹ ബന്ധത്തിന് പുറത്താണ് ആ കുഞ്ഞിൻ്റെ ജനനം എന്ന് നമുക്ക് പറയാനാവില്ലല്ലോ. അത് വിവാഹ ബന്ധത്തിനുള്ളിൽ തന്നെയാണ്. പക്ഷേ സ്വാഭാവിക ദാമ്പത്യ ബന്ധത്തിന് വെളിയിലാണ് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അത്തരത്തിൽ സ്വാഭാവികമായ ഈ ശാരീരിക ബന്ധത്തിന് സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിൽ ഈ രീതിയിലുള്ള മാർഗങ്ങൾ, ഈ IVF അല്ലാതെയുള്ള മാർഗങ്ങൾ ചിലത് സഭാ നിയമത്തിൽ അനുവദനീയമാണ് താനും. അതുകൊണ്ട് അതിനെ അല്ല ആത്യന്തികമായി എതിർക്കുന്നത്, മറിച്ച് ഈ IVF-ൽ സംഭവിക്കുന്നത് അനേകം ഭ്രൂണങ്ങൾ നിർമ്മിക്കപ്പെടുകയും അവയിൽ ആരോഗ്യം കുറഞ്ഞത് എന്ന് തോന്നുന്നതിനെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട്. അതാണ് അടിസ്ഥാനപരമായ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. സാറ് ചൂണ്ടിക്കാണിച്ചതിൽ മറ്റൊന്ന് വാടക ഗർഭമാണ്. ഈ വാടക ഗർഭം എന്ന് പറയുന്നത് എന്താണ്? ഈ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ സന്താനോൽപാദനം എന്ന് പറയുന്നത് ദാമ്പത്യ ബന്ധത്തിന് വെളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് സഭാ നിയമം അനുസരിച്ച് സ്വീകാര്യമായ നിലപാടല്ല. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ പേരെന്താണ്? ഓക്കെ, സിസ്റ്ററിൻ്റെ ചോദ്യം. പിതാവേ, ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ, ഫ്ലെക്സുകൾ, ഇതുപോലുള്ള മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗത്തിൽ ഒരു ക്രൈസ്തവൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? യെസ്, സിസ്റ്റർ വളരെ ഗൗരവമുള്ള ചോദ്യം തന്നെയാണ് ചോദിച്ചത്. അതായത് പ്ലാസ്റ്റിക്, ഫ്ലക്സ് ഇതൊക്കെ ക്രിസ്ത്യാനികൾക്ക് ഉപയോഗിക്കാവോ? ഇല്ലേ? ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അഥവാ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടി വന്നെന്നിരിക്കും. പക്ഷെ അവയ്ക്കെല്ലാം നിയന്ത്രണം ആവശ്യമുണ്ട്. മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ലൗദാത്തോ സി എന്ന് പറയുന്ന തൻ്റെ പ്രസിദ്ധമായ പരിസ്ഥിതി സൗഹൃദ ചാക്രിക ലേഖനത്തിലൂടെ ഒരു വലിയ സന്ദേശം ലോകത്തിന് നൽകുകയുണ്ടായി. പ്രകൃതി നമ്മുടെ പൊതുഭവനമാണ്. ആ ഭവനത്തെ മലിനമാക്കുന്നതോ വിഷലിപ്തമാക്കുന്നതോ ഒന്നും വിശ്വാസി ചെയ്യാൻ പാടില്ല എന്നാണ് മാർപ്പാപ്പ അവിടെ നൽകിയിരിക്കുന്ന ആഹ്വാനം. നമുക്കറിയാം, പ്ലാസ്റ്റിക് പലതരത്തിൽ ഗുണകരമെന്ന് തോന്നുമെങ്കിലും പ്ലാസ്റ്റിക് ആത്യന്തികമായി നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. പ്ലാസ്റ്റിക് മണ്ണിൽ കിടന്നാൽ അത് വെയിലത്ത് അതികഠിനമായി ചൂടാവും. ആ ചൂടായിരിക്കുന്ന പ്ലാസ്റ്റിക്കിലേക്ക് മഴ വീഴുമ്പോൾ ആ പഴുത്തിരിക്കുന്ന അല്ലെങ്കിൽ ചൂട് പിടിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൽ രാസപരിണാമം സംഭവിക്കുകയും അതുവഴി ഉണ്ടാകുന്ന കെമിക്കലുകൾ വെള്ളത്തിൽ ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളിലെത്തുന്നു. അതുവഴിയായി ക്യാൻസർ ഉണ്ടാകുന്നു, മറ്റ് മാരകമായ രോഗങ്ങളുണ്ടാകുന്നു എന്നൊക്കെയും ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. അതിന് ചെയ്യേണ്ട കാര്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന മേഖലകളെ നിയന്ത്രിക്കുക എന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു സദ്യ നടത്തുന്നു. ഇപ്പം എല്ലാവരും ഡിസ്പോസിബിൾ ഗ്ലാസ്, ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു സദ്യ കഴിയുമ്പോഴത്തേക്ക് 1000 പേർക്ക് സദ്യ കൊടുത്താൽ ഒരു ലോറിക്ക് കയറ്റാനുള്ള പ്ലാസ്റ്റിക് പ്ലേറ്റും ഗ്ലാസും മിച്ചമായി ഇല്ലേ? അതൊഴിവാക്കാവുന്നതാണ്. പകരം കഴുകി ഉപയോഗിക്കാവുന്ന പാത്രങ്ങൾ ഉപയോഗിക്കുക, വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്ന ഗ്ലാസ്സുകൾ ഉപയോഗിക്കുക. അതിലൂടെ പ്ലാസ്റ്റിക്കിനെ നമുക്ക് വലിയൊരു പരിധി വരെയും നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി സാധിക്കും. പലപ്പോഴും ഈ ഡിസ്പോസിബിൾ സംസ്കാരം, അഥവാ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന ആ ഒരു സംസ്കാരം ശക്തിപ്പെട്ടപ്പോഴാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ
നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പിടിമുറുക്കിയത്. നമുക്കറിയാം, ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ ചൂട് പായസം കുടിച്ചാൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആ പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള കെമിക്കലുകൾ ആ പായസത്തിൽ കലരുകയും ശരിക്കും നമ്മൾ പായസത്തെ വിഷദ്രാവകമായിട്ടാണ് ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്നത്. അത് അതേസമയം ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോ കുപ്പി ഗ്ലാസ്സിലോ കുടിച്ചിരുന്നെങ്കിൽ പായസത്തിൻ്റെ ഗുണം ശരീരത്തിന് കിട്ടിയാണ്. ഇത് പായസം വെറുതെ കുടിക്കുകയും ചെയ്തു, പായസത്തിൽ വിഷമൊഴിച്ച് കുടിച്ചതിന് തുല്യമാണ് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ പാത്രങ്ങളിൽ, ഗ്ലാസ്സുകളിൽ ഈ പായസം, ചൂടുപായസം കുടിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാഴയിലയിൽ കഴിക്കുന്നതിൻ്റെ ഗൃഹാതുരത്വം കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്ലാസ്റ്റിക് വാഴയിലകൾ ഇന്ന് ഉണ്ട്, അല്ലേ? പ്ലാസ്റ്റിക് വാഴയിലകളിലേക്ക് ചൂട് ചോറ് വിളമ്പി അതിൽ ചൂട് സാമ്പാർ ഒഴിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പ്ലാസ്റ്റിക്കിൽ രാസപ്രവർത്തനം നടന്ന് ക്യാൻസറിന് കാരണമാകുന്ന വിഷപദാർത്ഥങ്ങളാണ് അവിടെ ചോറിലേക്ക്, സാമ്പാറിലേക്ക് കലരുന്നത്. അതാണ് നമ്മൾ ഉരുട്ടി ഉരുട്ടി അടിക്കുന്നത്. നോക്കുക, അപ്പോൾ ഈ പ്ലാസ്റ്റിക് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചാൽ അത് വിശ്വാസവിരുദ്ധമായതുകൊണ്ട് മാത്രമല്ല മാർപ്പാപ്പ അത് നിർദ്ദേശിക്കുന്നത്, മറിച്ച് അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ സമ്പൂർണമായും നശിപ്പിക്കുന്നു. നാം വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല വരും തലമുറകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. കാരണം ഒരു പ്ലാസ്റ്റിക് മണ്ണിൽ കിടന്നാൽ എത്ര 100 വർഷങ്ങൾ കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ കിടക്കും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക്കിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് നമ്മൾ മാത്രമല്ല, ഇനി വരുന്ന തലമുറകൾ കൂടിയാണ്, അല്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം, കടലിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോയി തട്ടുക. തിമിംഗലങ്ങൾ ചത്ത് കരയ്ക്കടിയുമ്പോൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെയൊക്കെ വയറ്റിൽ 10-20 കിലോ പ്ലാസ്റ്റിക് കൂടുകളുണ്ടായിരുന്നു. ആന പ്ലാസ്റ്റിക് അകത്ത് എന്ന് ചെരിഞ്ഞതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് ജീവജാലങ്ങൾക്ക് പോലും ഇത് അപകടമായി തീർന്നിരിക്കുന്നു എന്നുള്ളത്. ആന എന്നൊക്കെ പറയുന്ന ജീവിക്ക് എന്തൊരു ആരോഗ്യമാണ്. അവൻ പോലും ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് അടിഞ്ഞു പോകുന്നെങ്കിൽ മനുഷ്യൻ്റെ കാര്യം പറയാനുണ്ട്, ഇല്ലേ? ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഫ്ലക്സുകൾ, ഈ അടുത്ത കാലത്താണ് ഈ ഫ്ലക്സ് ഇത്രയും വ്യാപകമായി തീർന്നത്. കാര്യം ശരിയാണ്, കണ്ടാൽ ഭംഗിയുണ്ട്, വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഫ്ലക്സ് ഉപയോഗിച്ചാൽ അത് ആരും അഴിച്ചുകൊണ്ട് പോകുന്നില്ല എന്നുള്ള സത്യം. കെട്ടിയ ഫ്ലക്സുകളൊക്കെ കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും കെട്ടിയതൊക്കെ ഇപ്പോഴും പല മരത്തേലും കിടപ്പുണ്ട്. പല MP-മാരും മരത്തെ തൂങ്ങിക്കിടപ്പുണ്ട് ഇപ്പോഴും, അല്ലേ? അതാരാ അഴിച്ചുകൊണ്ട് പോകുന്നത്? ഈ ഫ്ലക്സ്, ഇങ്ങനെ ചൂടായിരിക്കുന്ന ഫ്ലക്സിൽ മഴവെള്ളം വീണ് ഒലിച്ചിറങ്ങുന്ന ആ വെള്ളം കുടിവെള്ള സ്രോതസ്സുകളിലെത്തുമ്പോൾ അതിൻ്റെയൊക്കെ ദുരന്തം ഊഹാതീതമാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഈ പ്ലാസ്റ്റിക് സംസ്കാരം നമ്മെ നശിപ്പിക്കുന്നു, പൊതുസമൂഹത്തെ നശിപ്പിക്കുന്നു, വരും തലമുറകളെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് അവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് അത് സമൂഹത്തോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയുടെ ഭാഗമാണെന്ന് മാത്രമല്ല, അത് മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു നിലപാട് കൂടിയാണ്. ദൈവപ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.